ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിൽ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ വിശദമായി. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാവണമെന്ന് സുപ്രീംകോടതി. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ട്രൈബ്യൂണൽ ഉത്തരവുകൾ ശരിവച്ച ഗുവാഹത്തി ഹൈക്കോടതിയുടെ വിധിയും സുപ്രീംകോടതി റദ്ദാക്കി. ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള മികച്ച സംരംഭമാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള NCCയുടെ കേഡറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നശാമുക്ത് ഭാരത് അഭിയാൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നിവയുൾപ്പെടെയുള്ള NCCയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിനിലെത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സംഘം ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട സൈബർ സുരക്ഷാ ഭീഷണി, ഡാറ്റ മോഷണം, ഒറ്റപ്പെട്ട തട്ടിപ്പുകൾ തുടങ്ങിയവയിൽ മാത്രമായി ഒതുങ്ങുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ 2025-26 റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളിലേക്ക്. സൈബർ സുരക്ഷ, അപകട സാധ്യതകൾ, ഇടപാടുകളിലെ സമഗ്രത, ഉപഭോക്താക്കളുടെ വിശ്വാസം, പ്രവർത്തന തുടർച്ച, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളിലുള്ള ആത്മവിശ്വാസം എന്നിവയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക മേഖലയുടെ ദ്രുതഗതിയിലുള്ള ഡിജിറ്റൽ പരിവർത്തനത്തിലെ സൈബർ അപകട സാധ്യതകളും വർദ്ധിച്ചു വരികയാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയെ രൂപപ്പെടുത്തുന്ന സൈബർ സുരക്ഷാ രംഗത്തിന്റെ സമഗ്രമായ വിശകലനം ഡിജിറ്റൽ ത്രെഡ് റിപ്പോർട്ട് നൽകുന്നു. സൈബർ ഭീഷണികളെ നേരിടുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങൾ, സൈബർ സുരക്ഷാ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സംഭാവനകളുടെ ദുരുപയോഗം സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്ര, സംസ്ഥാന സർക്കാരുകൾക്കും ക്ഷേത്ര ട്രസ്റ്റിനും കോടതി നോട്ടീസ് അയച്ചു. കഴിഞ്ഞ മാസം 13-നാണ് ഉത്തർപ്രദേശ് സർക്കാർ 3-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3-ാം പതിപ്പാണിത്. ഒരു റിപ്പോർട്ട്. വസ്ത്രധാരണം, ഫാഷൻ, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തരമേള. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ലധികം വസ്ത്ര, ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി $232 ബില്യൺ ഡോളറിലധികമാണെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.37% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രത്നങ്ങൾ, ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, ജൈവ അജൈവ രാസവസ്തുക്കൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ ജൂണിലെ വ്യാപാര കയറ്റുമതി വളർച്ച രേഖപ്പെടുത്തിയവയിൽ ഉൾപ്പെടുന്നു. കൊളംബിയയിൽ നടന്ന 56ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ യുവശക്തിയുടെ വിജയമാണ് ഈ മെഡൽ നേട്ടമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തി. ഡൽഹിയിൽ ശ്രംശക്തി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ IT കമ്പനികളിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBG റാംജി പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം എറണാകുളം ജില്ലയിൽ സന്ദർശനം നടത്തി. ജൂലൈ 15 വരെ എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് സംഘം സന്ദർശനം നടത്തുന്നത്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി കേന്ദ്ര സംഘം ആശയവിനിമയം നടത്തി. കേരളത്തിൽ ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കും. കണ്ണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT റൂർക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. 2022 34ഓളം മണ്ണിടിച്ചിൽ കണിച്ചാറിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പദ്ധതി വിജയിച്ചാൽ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റണ്ണിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186-ന് അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30-ന് ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 നാൾ കൂടി. ഈ മാസം 20-നാണ് ഫൈനൽ. മറ്റന്നാൾ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. റഡാർ കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ എന്നിവയ്ക്ക് നേരെയുണ്ടായ US വ്യോമ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് ഇറാന്റെ സായുധ സേനാ വിഭാഗം അറിയിച്ചു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായത്. ഇതേ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതവും തടസ്സപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGov എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ജുറാസിക് പാർക്ക്, ദി പിയാനോ എന്നീ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാം നീൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സിഡ്നിയിലായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പൌരത്വം നിർണ്ണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026-ന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ.
ലോർഡ്സിലെ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം 8:35.